മനോഹരവും ശുഭാന്തവുമായ ഒരു പ്രേമകഥയാണ് ഇതിലെ കേന്ദ്ര കഥാംശം. നർമ്മരസത്തിന് യാതൊരു കുറവുമില്ല. യാഥാസ്ഥിതിക മുസ്ലിം സമുദായത്തിലെ ആചാരവഴക്കങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ഒട്ടുവളരെയുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ഞാൻ പാർവതി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവൽ. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു. ഇതിൽ 11 അധ്യായങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 128 പേജാണ് ഇതിലുള്ളത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം കുഞ്ഞുപാത്തുമ്മയാണ്. നമുക്ക് കുഞ്ഞുപാത്തുമ്മയെയും കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മയായ താച്ചുമ്മയെയും ഏറെ പരിചിതമാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലൂടെ. പക്ഷേ ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് 22ഓളം ആളുകൾ, ഒരു കുഞ്ഞു വീട്, ദാരിദ്ര്യവും. എന്നാൽ ഈ പുസ്തകത്തില് പറഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യം ഒട്ടുമില്ലാത്ത സമ്പന്നരായിരുന്ന ഒരു കാലം കൂടി അവർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ കുഞ്ഞുപാത്തുമ്മ, കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മയായ താച്ചുമ്മ, കുഞ്ഞുപാത്തുമ്മയുടെ ഉപ്പയായ വട്ടനടിമ എന്നിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരമാസകലം സ്വർണം കൊണ്ട് പൊതിഞ്ഞ വെണ്ണ പോലെ വെളുത്ത കുഞ്ഞുപാത്തുമ്മ. എന്നാൽ ഈ സ്വർണത്തിനേക്കാളും ചന്തം അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ കറുത്ത മറുകിനാണ്. ഈ പുസ്തകത്തിന്റെ കവർ പേജും അവളുടെ മുഖത്തെ കറുത്ത മറുക് സൂചിപ്പിക്കുന്ന ഒരു സൂചന പോലെയാണ്. കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മയായ താച്ചുമ്മ അവളോട് പറയുമായിരുന്നു, ആനമക്കാരിന്റെ പുന്നാര മോളാ നീ. നിന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, ഒരു കൊമ്പനാന. ആ ആനയുടെ നിറെന്താ? കറുപ്പ്. നിന്റെ മുഖത്തെ മറുകിന്റെ നിറെന്താ? കറുപ്പ്. അതൊരു ഭാഗ്യമറുക. കടുത്ത മതവിശ്വാസിയായിരുന്ന താച്ചുമ്മ കാതുകുത്താത്തവർ, മുല്ലപ്പൂ മുടിയിൽ ചൂടി നടക്കുന്നവർ എന്നിവരൊക്കെ കാഫ്രിച്ചുകളാണ് താച്ചുമ്മയുടെ കണ്ണുകളിൽ. ആയിഷ, നിസാർ അഹമ്മദ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. കുഞ്ഞുപാത്തുമ്മയുടെ ഉപ്പയായ വട്ടനടിമ ഒരു കേസിൽ തോറ്റു. ആ കുടുംബം ദാരിദ്ര്യത്തിലുമായി. നിഷ്കളങ്കയും നിരക്ഷരിയുമായ കുഞ്ഞുപാത്തുമ്മ വിദ്യാഭ്യാസ സമ്പന്നനും ചിന്താഗതിക്കാരനുമായ നിസാർ അഹമ്മദുമായി അടുപ്പത്തിലാവുന്ന കഥ പറയുന്ന ഈ നോവൽ നിരക്ഷരത അന്ധവിശ്വാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരിൽ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. വർത്തമാനകാലത്ത് ജീവിക്കൂ എന്നതാണ് ഈ കഥയിലെ ആഹ്വാനം. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ബഷീർ ഈ കഥയിലൂടെ എതിർക്കുന്നു. ബഷീറിന്റെ എഴുത്ത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ലളിതമായ ഭാഷയിൽ ആർക്കും ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബഷീർ എഴുതാറുള്ളത്. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പദപ്രയോഗം ഈ ഒരു കഥയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുപാത്തുമ്മയുടെ കല്യാണത്തിന് കുറച്ച് കൂട്ടുകാർ വന്നിരുന്നു, കുറച്ച് കുട്ടികൾ. അപ്പോ ആ കുട്ടികൾ താച്ചുമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഉപ്പാക്ക് കൊമ്പനാനയല്ലായിരുന്നു, കുയ്യാനയായിരുന്നു. ഇത് കേട്ട് വിഷമം താങ്ങാനാവാത്ത താച്ചുമ്മ മകളോട് പറയുകയാണ്, നിന്റെ ഉപ്പൂപ്പാക്ക് കൊമ്പനാനയല്ലായിരുന്നു, കുയ്യാനയായിരുന്നു. ഇതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഈ ഒരു കഥ ഏവരെയും ചിന്തിപ്പിക്കാനും രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഉള്ളതാണ് ഈ ഒരു കഥ. വിന്നേഴ്സ് പ്രതിഭയിലെ എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസകൾ.